ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ. അധ്യാത്മരാമായണം ഗദ്യപാരായണം 35-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 6 കാണ്ഡങ്ങളുള്ള അധ്യാത്മരാമായണത്തിൻ്റെ ആദ്യ ഭാഗം, അത് ശ്രീരാമ പട്ടാഭിഷേകവും രാമായണത്തിൻ്റെ ഫലശ്രുതി അടക്കം നമ്മൾ ഇന്നലത്തോടുകൂടി വായിച്ചു തീർത്തു. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് ഉത്തരരാമായണത്തിലെ 1-ാം അധ്യായമാണ്. ഉത്തരരാമായണത്തിലാകെ 3 അധ്യായങ്ങളാണുള്ളത്. അതിൽ 1-ാം അധ്യായം ഇന്ന് നമുക്ക് വായിച്ചു തുടങ്ങാം. ഉത്തരരാമായണം കിളിപ്പാട്ട് 1-ാം അധ്യായം. ശാരിക പൈതലിനോട് ശ്രീരാമ കഥ പറയുവാൻ കവി ആവശ്യപ്പെട്ടപ്പോൾ വാത്മീകി മുനിയാൽ പറയപ്പെട്ട ഉത്തരരാമായണം മംഗളകരവും അതിശ്രേഷ്ഠവും മുക്തിസാധനവുമാണെന്ന് പറഞ്ഞുകൊണ്ട് കിളിമകൾ കഥ പറയാൻ തുടങ്ങി. അഗസ്ത്യാദികളുടെ വരവ്. രാവണനെയും രാക്ഷസക്കൂട്ടങ്ങളെയും വധിച്ച് ദേവകളാൽ പൂജിതനായ ശ്രീരാമൻ സീതാ ലക്ഷ്മണന്മാരോടും വാനര സൈന്യത്തോടും സേവകരോടുമൊപ്പം പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലെത്തി അഭിഷേകവും നടത്തി 14 ലോകങ്ങളെയും പരിപാലിച്ചു വാണരുളി. അങ്ങനെയിരിക്കുന്ന വേളയിൽ നാനാദേശങ്ങളിൽ നിന്നും മുനിജനങ്ങൾ ശ്രീരാമനെ കാണുന്നതിനായി വന്നെത്തി. കണ്വൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാർ കിഴക്കേ ദിക്കിൽ നിന്നും, കൗശികൻ, അഗസ്ത്യൻ തുടങ്ങിയ മുനിമാർ ദക്ഷിണ ദിക്കിൽ നിന്നും, ധൗമ്യൻ തുടങ്ങിയ മുനിമാർ പടിഞ്ഞാറേ ദിക്കിൽ നിന്നും, വിശ്വാമിത്രൻ, ജമദഗ്നി, ഗൗതമൻ, അത്രി, കശ്യപൻ, ഭരദ്വാജൻ, വസിഷ്ഠൻ തുടങ്ങിയ മുനിമാർ ഒരുമിച്ച് ഉത്തരദിക്കിൽ നിന്നും വന്നെത്തി. അഗസ്ത്യമുനി ദ്വാരപാലകനോട് പറഞ്ഞു, ബ്രാഹ്മണന്മാരായ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് ശ്രീരാമചന്ദ്രനെ അറിയിച്ചിട്ട് ഉടനെ വന്നെത്തുക. ദ്വാരപാലകൻ ഉടൻ തന്നെ ഗോപുരദ്വാരത്തിൽ അഗസ്ത്യൻ തുടങ്ങിയ താപസപ്രവരന്മാർ കാത്തുനിൽപ്പുണ്ടെന്ന് ശ്രീരാമനെ അറിയിച്ചു. ഇത് കേട്ട ശ്രീരാമൻ പൗരജനങ്ങളോടൊപ്പം ഗോപുരദ്വാരത്തിലെത്തി മുനിമാരെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അർഘ്യപാദ്യാദികൾ, ആസനം എന്നിവ നൽകി അവരെ ആദരിച്ചിരുത്തി. മുനിമാരെ സൽക്കരിച്ചിരുത്തിയതിനു ശേഷം ആസനസ്ഥനായ ശ്രീരാമൻ താൽപ്പര്യത്തോടെ നിങ്ങൾക്കെല്ലാം സൗഖ്യമാണോ എന്ന് അവരോട് ചോദിച്ചു. ഇത് കേട്ട് മുനിവര്യന്മാർ പറഞ്ഞു, മാനവശിഖാമണി രാക്ഷസന്മാരെയെല്ലാം വധിച്ച് ജഗത്രയത്തെയും രക്ഷിച്ച് സീതാദേവിയോടൊപ്പം സൗഖ്യമായി അങ്ങ് വാഴുന്നത് കാണുന്നതിനേക്കാൾ സൗഖ്യം ഞങ്ങൾക്ക് മറ്റെന്തുണ്ട്? സർവ്വലോകവും ജയിക്കാൻ കഴിവുള്ള അങ്ങ് കേവലം രാവണനെ കൊന്നതിൽ എന്താണ് ആശ്ചര്യമായിട്ടുള്ളത്? അങ്ങ് രാവണനെ വധിച്ചത് നന്നെന്ന് പുകഴ്ത്തുന്നവർ വെറും അജ്ഞാനികളാണ്. രാവണപുത്രനായ മേഘനാഥനെ ലക്ഷ്മണൻ വധിച്ചത് ആശ്ചര്യകരം തന്നെ. അഗസ്ത്യമുനി ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ജഗത്രയ കണ്ടകനായിരുന്ന രാവണനേക്കാൾ ഇന്ദ്രജിത്തിനെ പ്രശംസിക്കുന്നത് എന്തുകൊണ്ടാണ്? ശക്തനായ മേഘനാഥൻ്റെ കഥകൾ അങ്ങ് അരുളി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. രാക്ഷസ കുലോൽപത്തി. അഗസ്ത്യൻ ഇന്ദ്രജിത്തിൻ്റെ വൃത്താന്തങ്ങൾ പറയാൻ തുടങ്ങി. രാവണന്റെ തപോബലവും ശൗര്യവും രാക്ഷസ കുലോൽപത്തിയും ഞാൻ പറഞ്ഞുതരാം. ബ്രഹ്മപുത്രനായ പുലസ്ത്യൻ മഹാമേരുവിന് സമീപത്തുള്ള തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിൽ തപോനിഷ്ഠയോടെ വസിക്കുന്ന കാലത്ത് ചില കന്യകമാർ അവിടെ നിത്യവും കളിക്കാൻ വരുമായിരുന്നു. പുലസ്ത്യ മഹർഷിക്ക് കന്യകമാരുടെ വരവ് ഒരു ശല്യമായി തോന്നി. ഇനി ഇവിടെ കന്യകമാർ വരികയാണെങ്കിൽ അവർ ഗർഭവതികളായി തീരട്ടെ എന്ന് പുലസ്ത്യമുനി ശപിച്ചു. പുലസ്ത്യമുനിയുടെ ശാപത്തെ ഭയന്ന് പിന്നീട് കന്യകമാർ കളിക്കാനായി അവിടെ എത്തിയില്ല. ഈ കഥയൊന്നും അറിയാതെ തൃണബിന്ദുവിൻ്റെ മകൾ തൻ്റെ സഖിമാരെ തേടി അവിടെ എത്തി. മുനിശാപം നിമിത്തം ഗർഭിണിയായി തീർന്ന അവൾ ഭയത്തോടുകൂടി പിതാവിനെ വിവരം ധരിപ്പിച്ചു. വിവരങ്ങളറിഞ്ഞ തൃണബിന്ദു ഉടൻ തന്നെ മകളെയും കൂട്ടി പുലസ്ത്യ ആശ്രമത്തിലെത്തി മഹർഷിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാന്റെ ശാപം കൊണ്ടുണ്ടായ ദുഃഖം ഇല്ലാതാക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. എൻ്റെ പുത്രിയെ അങ്ങ് യഥാവിധി കൈക്കൊള്ളണം. പുലസ്ത്യമുനി രാജാവിൻ്റെ അപേക്ഷ സ്വീകരിച്ച് ആ അങ്കനരത്നത്തെ യഥാവിധി കൈക്കൊണ്ടു. വേദോച്ചാരണം മാത്രം കേട്ടുകൊണ്ട് ഗർഭമുണ്ടായതുകൊണ്ട് ആ പുത്രന് വിശ്രവസ് എന്ന് പേര് നൽകി. വൈശ്രവണന്റെ ഉത്ഭവം. അക്കാലത്ത് ഭരദ്വാജൻ തൻ്റെ പുത്രിയെ വിഖ്യാതനായ വിശ്രവസിന് വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്ക് വൈശ്രവണൻ എന്നൊരു പുത്രനുണ്ടായി. വൈശ്രവണൻ 49,000 വർഷം നിരാഹാരനായി തപസ്സു ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് വൈശ്രവണന് ദിക്പാലകത്വവും നിധീശത്വവും പുഷ്പക വിമാനവും നൽകി. ബ്രഹ്മാവിൽ നിന്ന് വരവും വിമാനവും സ്വീകരിച്ച ശേഷം വൈശ്രവണൻ പിതാവിൻ്റെ സമീപത്തെത്തി ചോദിച്ചു, എനിക്ക് സുഖമായി വസിക്കാൻ അനുയോജ്യമായ സ്ഥലം എവിടെയാണെന്ന് അറിയിച്ചാലും. ഇത് കേട്ട് അല്പനേരം ചിന്തിച്ച ശേഷം
വിശ്രവസ് പറഞ്ഞു. പണ്ട് രാക്ഷസന്മാർക്ക് വസിക്കുന്നതിനായി ദക്ഷിണ സമുദ്രത്തിൽ ത്രികുട പർവ്വതത്തിനു മുകളിൽ വിശ്വകർമാവ് അതിമനോഹരമായി ലങ്കാപുരി നിർമ്മിച്ചു. രാക്ഷസന്മാർ വളരെ കാലം അവിടെ സുഖമായി വസിച്ചിരുന്നു. ദേവന്മാരെ പീഡിപ്പിച്ചതുകൊണ്ട് ആദിനാരായണൻ ആ രാക്ഷസന്മാരെ വധിച്ചു. ശേഷിച്ച രാക്ഷസന്മാർ പാതാളത്തിലേക്ക് പോയി. ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി നിനക്ക് അവിടെ വസിക്കാം. ഇപ്രകാരം പിതാവ് അറിയിച്ചപ്പോൾ വൈശ്രവണൻ താതനെ വണങ്ങിയിട്ട് അതിവിചിത്രമായ രീതിയിൽ നിർമ്മിച്ച ആ രാജധാനിയിൽ ചെന്ന് സുഖമായി വസിച്ചു. രക്ഷസുകളുടെ ഉത്ഭവം. അഗസ്ത്യമുനി ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ശ്രീരാമചന്ദ്രൻ തൊഴുതുകൊണ്ട് ചോദിച്ചു, പുലസ്ത്യന്റെ വംശത്തിൽ പിറന്നവരാണ് രാക്ഷസന്മാർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തപോനിധേ, എന്നാൽ രാക്ഷസന്മാർ അതിനു മുമ്പ് പിറന്നതും അവർ ലങ്കയിൽ വസിച്ചതും ശ്രീനാരായണൻ അവരെ വധിച്ചതും എനിക്ക് വിശദമായി പറഞ്ഞു തരണം. ശ്രീരാമന്റെ ആവശ്യപ്രകാരം അഗസ്ത്യമുനി സന്തോഷത്തോടെ അരുളി ചെയ്തു. ബ്രഹ്മദേവൻ തപശക്തി കൊണ്ട് ജലരാശിയെ സൃഷ്ടിച്ച ശേഷം ചിലരെ കൂടി സൃഷ്ടിച്ചു. അവർ സംഭ്രമത്തോടുകൂടി ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞങ്ങൾക്കെല്ലാം വിശപ്പും ദാഹവും അകറ്റാൻ എന്താണൊരു വഴി? അതുകേട്ടപ്പോൾ ബ്രഹ്മദേവൻ മന്ദഹാസത്തോടെ യക്ഷ്യതാം എന്നു പറഞ്ഞു. അതുകേട്ട് മന്ദന്മാരായ അവർ രക്ഷ്യാമോ വയം എന്നും മറ്റു ചിലർ യക്ഷ്യാമോ വയം എന്നും പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു, എന്നോട് ഇപ്രകാരം പറഞ്ഞത് കാരണം നിങ്ങൾ രക്ഷോജാതികളും മറ്റുള്ളവർ യക്ഷന്മാരുമാകും. ഇങ്ങനെ യക്ഷന്മാരെന്നും രാക്ഷസന്മാരെന്നും 2 വിഭാഗങ്ങളുണ്ടായി. രക്ഷോജാതിയിൽ മഹതി എന്നും പ്രഹേദി എന്നുമുള്ള കരുത്തന്മാരായ 2 പേർ ഉണ്ടായിരുന്നു. രക്ഷോജാതിയിൽ ഹേദി എന്നും പ്രഹേദി എന്നുമുള്ള കരുത്തന്മാരായ 2 പേർ ഉണ്ടായിരുന്നു. ഇവരിൽ ജ്യേഷ്ഠനായ ഹേദി ഗൃഹസ്ഥധർമ്മം പാലിക്കാനായി കാലന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു. പ്രഹേദി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. നിർമ്മലനായ ഹേദിക്ക് ഗുണവാനും തേജസ്സുള്ള ശരീരത്തോടു കൂടിയവനുമായ ഒരു പുത്രനുണ്ടായി. സന്ധ്യയുടെ പുത്രിയും സുന്ദരിയുമായ സാലകടങ്കടയെ ഹേദിയുടെ പുത്രനായ വിദ്യുൽകേശൻ വിവാഹം കഴിച്ചു. കാമവിവശനായി വിദ്യുൽകേശൻ സാലകടങ്കടയോടൊപ്പം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. അവിടെ വച്ച് സാലകടംകട ഒരു പുത്രന് ജന്മം നൽകി. കാമാർത്ഥയായ അവൾ പുത്രനെ അവിടെ ഉപേക്ഷിച്ച ശേഷം ഭർത്താവിനോടൊപ്പം കാമലീലകളിൽ മുഴുകി വീണ്ടും യാത്ര തുടർന്നു. അന്നേരം കുഞ്ഞ് ഭൂമിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. പരമേശ്വരനും പാർവതിയും ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ വന്യഭൂമിയിൽ കിടന്ന് കരയുന്ന ദിവ്യ തേജസ്സുള്ള ബാലനെ കണ്ടു. കാരുണ്യം പൂണ്ട ദേവി പറഞ്ഞതനുസരിച്ച് ശ്രീ പരമേശ്വരൻ ദേവിയോടൊപ്പം അവിടെ ഇറങ്ങി. ദേവി കുഞ്ഞിന് മുലപ്പാൽ നൽകി. ഇനിയുള്ള നാൾ നീ എൻ്റെ സേവകനായി വാഴുക എന്ന് ശ്രീ പരമേശ്വരൻ ബാലന് വരം നൽകി. ആ പ്രദേശത്ത് അപ്പോൾ തന്നെ ഒരു നല്ല ഭവനം ഉണ്ടാവുകയും ആ ബാലൻ ഒരു യുവാവായി തീരുകയും ചെയ്തു. സന്തുഷ്ടനായ പാർവതീദേവി അവന് പുത്രന്മാരുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ശ്രീ പരമേശ്വരൻ അവന് സുകേശൻ എന്ന പേര് നൽകി. സുകേശൻ സന്തോഷപൂർവ്വം അവരെ വണങ്ങി. പുഷ്കരദേശത്തുള്ള പുരത്തിൽ സുകേശൻ സുഖമായി വസിച്ചു. സുകേശന്റെ മഹത്വം മനസ്സിലാക്കിയ ഗന്ധർവശ്രേഷ്ഠനായ ഗ്രാമണി തൻ്റെ പുത്രിയായ വേദവതിയെ സുകേശന് നൽകി. അവർക്ക് മാല്യവാൻ, സുമാലി, മാലി എന്നീ 3 പുത്രന്മാരുണ്ടായി. അതിശക്തിശാലികളായ അവർ മൂവരും മേരുപർവ്വതത്തിന് സമീപത്തു ചെന്ന് ബ്രഹ്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് നിരാഹാരമായി തപസ്സാരംഭിച്ചു. ഒടുവിൽ ബ്രഹ്മാവ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അവർ ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം നൽകി. അനന്തരം ബ്രഹ്മാവ് മറിഞ്ഞപ്പോൾ അവർ തപസ് മതിയാക്കി ലോകവാസികളെയെല്ലാം പീഡിപ്പിച്ച് അവർ ദുഃഖങ്ങളില്ലാതെ വസിച്ചു. ഒരിക്കൽ അവർ വിശ്വകർമാവിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി വിശ്വവിസ്മയകരമായ ഒരു കൊട്ടാരം ഭവാൻ പണിതു തരിക. അത് കേട്ട് വിശ്വകർമാവ് പറഞ്ഞു, പണ്ട് ഞാൻ ദേവേന്ദ്രന്റെ നിയോഗപ്രകാരം ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ത്രികുട പർവ്വതത്തിൻ്റെ മുകളിൽ 60 കാതം വിസ്തൃതിയുള്ള ലങ്കാപുരം നിർമ്മിച്ചിട്ടുണ്ട്. ശത്രുബാധയൊന്നുമില്ലാതെ അവിടെ പോയി നിർഭയരായി വസിച്ചുകൊള്ളുക. വിശ്വകർമാവിൻ്റെ അഭിപ്രായപ്രകാരം അവർ മൂവരും ഒരുമിച്ച് ലങ്കയിൽ സുഖമായി വസിച്ചു. അങ്ങനെ വസിക്കുന്ന അവസരത്തിൽ നർമ്മദ എന്ന ഗന്ധർവ സ്ത്രീ തൻ്റെ മക്കളെ ഉത്തര നക്ഷത്രത്തിൽ അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവർ ആനന്ദത്തോടെ വസിച്ചു. മാല്യവാന് സുന്ദരി എന്ന പേരുള്ള തൻ്റെ പത്നിയിൽ മത്തൻ, ഉന്മത്തൻ, വജ്രദംഷൻ, സുപ്തഘ്നൻ, വിരൂപാക്ഷൻ, ദുർമുഖൻ, യജ്ഞാന്തകൻ എന്നീ 7 പുത്രന്മാരും അനല എന്ന ഒരു പുത്രിയുമുണ്ടായി. സുമാരിയുടെ പത്നിയായ കേതുമതിക്ക് പ്രഹാസ്തൻ, വികടൻ, ധൂമ്രാക്ഷൻ,
അകമ്പനൻ, സുപാർശ്വൻ, ദണ്ഡൻ, സംഹ്രാതി, പ്രജംഘൻ, കാലധനുസ്, ഭാഷശ്രവണൻ എന്നിങ്ങനെ 10 പുത്രന്മാരും ബക, പുഷ്പോൽക്കട, കൈകസി, കുംഭീനസി എന്ന് 4 പുത്രിമാരുമുണ്ടായി. മാലിക്ക് വസുധ എന്ന പത്നിയിൽ അനലൻ, അനിലൻ, ഹരൻ, സമ്പാദി എന്നിങ്ങനെ 4 പുത്രന്മാരുമുണ്ടായി. പുത്രന്മാരോടും പടയോടും ഒന്നിച്ച് അവർ 3 ലോകങ്ങളിലുള്ളവരെയും പീഡിപ്പിച്ചു നടന്നു. ഇവരെ പേടിച്ച് ദേവന്മാരും താപസന്മാരും ഗന്ധർവന്മാരും മറ്റും പരിദേവനങ്ങളോടെ ഗുഹകളിൽ ഒളിച്ചു. ആ സമയത്ത് ദേവന്മാർ തുടങ്ങിയവർ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് വൃത്താന്തങ്ങളെല്ലാം ഉണർത്തിച്ചു. വൃത്താന്തങ്ങളെല്ലാം മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ സുകേശനെ ഓർത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അവരെ കൊല്ലുന്നില്ലെങ്കിലും ആപത്തില്ലാതാക്കുവാനായി ഒരു ഉപായം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിനോട് സങ്കടമെല്ലാം ഉണർത്തിക്കുക. നിങ്ങളെ രക്ഷിക്കാനായി ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം അദ്ദേഹം വധിക്കും. ദേവകൾ പരമേശ്വരനെ വന്ദിച്ച ശേഷം മഹാവിഷ്ണുവിൻ്റെ സമീപത്തെത്തി അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. നാരായണ, ദയാനിധേ, ജഗൽപതേ, അങ്ങേക്ക് നമസ്കാരം. വാസുദേവ, അങ്ങ് നിത്യവും ഞങ്ങളുടെ മനസ്സിൽ വിളങ്ങിയിടനെ. പുരുഷോത്തമ, വേദാന്ത വേദ്യ, കേശവ, അങ്ങ് ജയിച്ചാലും. ഭക്തവത്സല, വേദ്യ, കേശവ, അങ്ങ് ജയിച്ചാലും. ദേവന്മാർ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ലോകേശനായ മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണർന്നിട്ട്, നിങ്ങളെല്ലാം ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണം? സന്തുഷ്ടന്മാരായി എന്നെ സേവിക്കാൻ വന്നതാണോ? അതോ എന്തെങ്കിലും സങ്കടം നിങ്ങൾക്കുണ്ടായോ? ദേവശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞു. മഹാവിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ദേവേന്ദ്രൻ തൊഴുതുകൊണ്ട് അറിയിച്ചു, ശ്രീ പരമേശ്വരന് പ്രിയനായ സുകേശന് മാല്യവാൻ, സുമാലി, മാലി എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ട്. അവൻ ബാല്യകാലത്തു തന്നെ തപസ്സിനാൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കി വരം നേടിയിട്ട് ഇപ്പോൾ 3 ലോകങ്ങളെയും പീഡിപ്പിക്കുകയാണ്. ശ്രീ പരമേശ്വരനോട് ഞങ്ങൾ സങ്കടം ഉണർത്തിച്ചുവെങ്കിലും സുകേശനിലുള്ള വാത്സല്യ നിമിത്തം അദ്ദേഹം ചഞ്ചല മനസ്കനായി, ഞാൻ എന്തു ചെയ്യാനാണ്? മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിക്കൂ, അദ്ദേഹം രാക്ഷസന്മാരെ വധിച്ച് ലോകത്രയത്തെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങല്ലാതെ മറ്റൊരു ശരണം ഞങ്ങൾക്കില്ല. ഇപ്രകാരം ദേവന്മാർ ഉണർത്തിച്ചപ്പോൾ കാരുണ്യത്തോടെ മഹാവിഷ്ണു പറഞ്ഞു, രാക്ഷസവീരന്മാരെ എല്ലാം വധിച്ച് ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം. രാക്ഷസന്മാർ നിങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഒരു ദൂതനെ ഇങ്ങോട്ട് അയച്ചാൽ മതി. ഞാൻ അപ്പോൾ തന്നെ അവിടെ എത്തുന്നതായിരിക്കും. മഹാവിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ദേവകൾ അദ്ദേഹത്തെ വന്ദിച്ച് അവരവരുടെ മന്ദിരങ്ങളിലേക്ക് പോയി. അനന്തരം മാല്യവാൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ബാല്യം കൊണ്ടുള്ള അഹങ്കാരമെല്ലാം വെടിഞ്ഞിട്ട് കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പ്രവൃത്തികളെല്ലാം ദേവന്മാർ ശ്രീ പരമേശ്വരനോട് ഉണർത്തിച്ചു. അപ്പോൾ സുകേശനിലുള്ള വാത്സല്യ നിമിത്തം ശ്രീ പരമേശ്വരൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവനെ വധിക്കുന്നില്ല. നിങ്ങളുടെ ദുഃഖം അകറ്റുന്നതിനായി ഞാനൊരു ഉപായം പറഞ്ഞു തരാം. നിങ്ങൾ ക്ഷീരസാഗരത്തിലെത്തി സാക്ഷാൽ മഹാവിഷ്ണുവിനോട് വൃത്താന്തങ്ങളെല്ലാം ഉണർത്തിക്കുക. ഞാനിങ്ങനെ പറഞ്ഞതായി പറയുവിൻ. കല്യാണമൂർത്തിയായ ഭഗവാൻ ത്രിലോകങ്ങളെയും പരിപാലിച്ചുകൊള്ളും. പരമേശ്വരൻ്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചു. മഹാവിഷ്ണു ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ദേവന്മാരെ, നിങ്ങളുടെ സങ്കടം ഞാൻ തന്നെ തീർത്തുകൊള്ളാം. വിഷ്ണുവിൻ്റെ മറുപടിയിൽ ദേവന്മാർ സന്തുഷ്ടരാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയും എന്നാലോചിക്കണം. പണ്ട് ദേവന്മാർക്ക് വേണ്ടി മഹാവിഷ്ണു അസുരന്മാരെ കൊല ചെയ്തിട്ടുണ്ട്. അവൻ നമ്മെയും കൊല്ലും എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ സ്ഥിതി എന്താണെന്ന് നാം തന്നെ ചിന്തിക്കണം. മാല്യവാൻ സഹോദരന്മാരോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആദിനാരായണന് ദോഷമൊന്നുമില്ല. ദേവന്മാരാണ് സാഹസമെല്ലാം കാട്ടുന്നത്. ദേവന്മാരുടെ ഗർവം അടക്കുന്നതിനായി പാതാളത്തിലുള്ള അസുരവീരന്മാരെയും മറ്റു രാക്ഷസന്മാരെയും ഇപ്പോൾ തന്നെ നാം വരുത്തണം. ദൂതന്മാർ പോയി പടകൂട്ടി. രാക്ഷസന്മാരെല്ലാം വന്നു ചേർന്നു. ആന, കുതിര, രഥം, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയവയുടെ പുറത്തു കയറി ആയുധങ്ങളും എടുത്ത് ദേവകളോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. ആ സമയം ശകുനപ്പിഴകൾ കാണാനായി. അതൊന്നും കണക്കിലെടുക്കാതെ അവർ ദേവലോക ഗോപുരദ്വാരത്തിലെത്തി. ഇത് കണ്ട ദേവേന്ദ്രൻ അസുരാക്രമണത്തെക്കുറിച്ച് പറയാനായി ഒരു ദൂതനെ മഹാവിഷ്ണുവിൻ്റെ സമീപത്തേക്ക് അയച്ചു. വിവരമറിഞ്ഞ് മഹാവിഷ്ണു ആയുധങ്ങളും എടുത്ത് ദേവവൈരികളെ നിഗ്രഹിക്കുന്നതിനായി ഗരുഡൻ്റെ പുറത്തേറി യുദ്ധത്തിന് ചെന്നു. രാക്ഷസന്മാർ മഹാവിഷ്ണുവിനോട് ഏറ്റുമുട്ടി. അവർ തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. മഹാവിഷ്ണു അസ്ത്രാവലി തൂകി. തുടർന്നുള്ള യുദ്ധവൈദഗ്ധ്യത്തെക്കുറിച്ച് ചൊല്ലാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് കിളിമകൾ പറഞ്ഞു. 1-ാം അധ്യായം സമാപ്തം.